ലോകരാജ്യങ്ങൾക്കിടയിൽ വീണ്ടും ഭീകരവാദ ചർച്ചകൾ സജീവമാക്കി പാകിസ്ഥാനും ചൈനയും. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെയും അതിന്റെ ചാവേർ വിഭാഗമായ മജീദ് ബ്രിഗേഡിനെയും ഒരു തീവ്രവാദ സംഘടനയായി മുദ്ര കുത്തണമെന്ന് സംയുക്തമായി ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും. ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോഴുള്ള ഈ നീക്കം. അഫ്ഗാനിസ്ഥാനിലെ സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ച് നടന്ന ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ യോഗത്തിലാണ് പാകിസ്ഥാൻ ഈ ആവശ്യം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയിലെ പാകിസ്ഥാൻ സ്ഥിരം പ്രതിനിധി അസീം ഇഫ്തിഖർ അഹമ്മദ് BLA ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾ അഫ്ഗാനിൽ നിന്നാണ് പ്രവർത്തിക്കുന്നതെന്ന് പ്രസ്താവിച്ചു. 60-ലധികം തീവ്രവാദ ക്യാമ്പുകളാണ് അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്കായി പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. BLAയെയും മജീദ് ബ്രിഗേഡിനെയും ഭീകരവാദ സംഘടനയായി പ്രഖ്യാപിക്കാൻ പാകിസ്ഥാനും ചൈനയും സംയുക്തമായി 1767 ഉപരോധ സമിതിക്ക് അഭ്യർത്ഥന സമർപ്പിച്ചിട്ടുണ്ട്. ഈ സംഘടനകളുടെ ഭീകര പ്രവർത്തനങ്ങൾ തടയാൻ കൗൺസിൽ വേഗത്തിൽ നടപടിയെടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും അഹമ്മദ് വ്യക്തമാക്കി. ഭീകരതയെ നേരിടാനുള്ള അന്താരാഷ്ട്ര ബാധ്യതകൾ അഫ്ഗാൻ താലിബാൻ ഭരണകൂടം നിറവേറ്റണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. BLAയുടെ ചാവേർ വിഭാഗമായ മജീദ് ബ്രിഗേഡിന്റെ ഭീകരാക്രമണങ്ങൾ പാകിസ്ഥാനിൽ വലിയ ആശങ്കകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം അമേരിക്ക BLAയെയും മജീദ് ബ്രിഗേഡിനെയും ഒരു വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു. മജീദ് ബ്രിഗേഡ് എന്നത് BLAയുടെ ഉപവിഭാഗമാണെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കുകയും ചെയ്തു. 2019 നിരവധി ആക്രമണങ്ങൾക്ക് ശേഷം വാഷിംഗ്ടൺ BLAയെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു. ഇതിനുശേഷം കൂടുതൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഈ ഗ്രൂപ്പ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. 2024 കറാച്ചി വിമാനത്താവളത്തിലും ഗ്വാദർ തുറമുഖത്തും നടന്ന ചാവേർ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം BLA ഏറ്റെടുത്തിരുന്നു. 2025 മാർച്ചിൽ കൊറ്റയിൽ നിന്ന് പെഷവാറിലേക്ക് പോവുകയായിരുന്ന ട്രെയിൻ തട്ടിക്കൊണ്ടുപോയതും ഈ സംഘടനയാണെന്ന് പാകിസ്ഥാൻ ആരോപിക്കുകയാണ്. ഈ ആക്രമണത്തിൽ 31 സാധാരണക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെടുകയും 300-ലധികം പേർ ബന്ദികളാക്കപ്പെടുകയും ചെയ്തിരുന്നു. അതേസമയം പാകിസ്ഥാനിലെ തെക്കു പടിഞ്ഞാറൻ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ ഭീകര സംഘടനയായി അമേരിക്ക പ്രഖ്യാപിച്ചതിനു പിന്നാലെ സംഘടനയെ പിന്തുണയ്ക്കുന്നത് ഇനി മുതൽ കുറ്റകരമാണെന്നും അമേരിക്ക അറിയിച്ചിരുന്നു. സാമ്പത്തിക സ്രോതസ്സുകൾ ലക്ഷ്യമിടുന്ന ആഗോള ഭീകരർ എന്ന ലേബലിൽ BLAയെ വാഷിംഗ്ടൺ ഇതിനകം തന്നെ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. മജീദ് ബ്രിഗേഡിനെയും വിദേശ ഭീകര സംഘടനാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനുമായുള്ള ബന്ധം ശക്തമാക്കുന്ന നീക്കങ്ങൾ നടത്തുന്നതിനിടെയാണ് പുതിയ നടപടികൾ വന്നിരുന്നത്. ജോ ബൈഡൻ ഭരണകൂടം അഫ്ഗാനിസ്ഥാനിലെ പതിറ്റാണ്ടുകൾ നീണ്ടുന്ന യുദ്ധത്തിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ എതിർത്ത് പാകിസ്ഥാന് പിന്തുണ നൽകിയിരുന്നു. വിഘടനവാദികളെ ഭീകരരെന്ന് നാമകരണം ചെയ്യുന്നത് ഭീകരതയെ ചെറുക്കുന്നതിനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതിബദ്ധതയാണെന്നും പ്രകടമാക്കുന്നതെന്ന് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞിരുന്നു. മാർച്ചിൽ 480 യാത്രക്കാരുമായി പോയ ട്രെയിനിന് നേരെ നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ലിബറേഷൻ ആർമി ഏറ്റെടുത്തിരുന്നുവെന്നും മാർക്കോ റൂബിയോ ചൂണ്ടിക്കാട്ടി. ബലൂച്ചിനെതിരെ പാകിസ്ഥാൻ സൈന്യം ഏകദേശം 2 പതിറ്റാണ്ടുകളായി പോരാട്ടം തുടരുകയാണ്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് എല്ലാ സഹായവും നൽകുന്നത് ഇന്ത്യയാണെന്നാണ് പാകിസ്ഥാന്റെ ആരോപണം വന്നിരുന്നത്. ഈ ആരോപണത്തെ ഇന്ത്യ തള്ളുകയും ചെയ്തിരുന്നു. ഏപ്രിൽ 22-ന് നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിൽ 26 പേരെ കൊലപ്പെടുത്തിയ റെസിഡന്റ് ഫ്രണ്ട് എന്ന ലഷ്കർ-ഇ-തോയ്ബയുടെ സംഘടനയെയും അമേരിക്ക ഭീകരരായി പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം കലാപത്തിനെതിരായ സൈന്യത്തിന്റെ പോരാട്ടത്തിൽ ആക്രമണത്തെയും കൊലപാതകങ്ങളും നടന്നു എന്നാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ വാദം. എന്നിരുന്നാലും പാകിസ്ഥാനും ചൈനയും തീവ്രവാദത്തെ ഭയക്കുകയാണ് ഇപ്പോൾ. സ്വന്തം രാജ്യത്തിനുള്ളിൽ തിരിച്ചടികൾ നേരിടുന്ന സാഹചര്യത്തിൽ അതിനെതിരെ നടപടികൾ സ്വീകരിക്കണമെന്ന നിലപാടിലാണ് ഇരു രാജ്യങ്ങളുമെന്നത് ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.